പിണറായിയെ ചിറ്റപ്പനും കൈവിട്ടു. ഇതാണ് ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. സാധാരണ ചിറ്റപ്പൻ ഇങ്ങനെയൊന്നും പറയുന്നതല്ല. കുടുംബത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും ചിറ്റപ്പൻ വന്ന് വളരെ കൃത്യമായി ചിറ്റപ്പൻ അതിനകത്ത് ഇടപെടുകയും ഒരഭിപ്രായം പറയുകയൊക്കെ ചെയ്യുമ്പോൾ കുടുംബത്തിലെല്ലാവരും സമാധാനപ്പെടും. പക്ഷേ ചിറ്റപ്പൻ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് രണ്ട് കാര്യങ്ങളിലും കൊണ്ട്. ഒന്ന് പറഞ്ഞു, ഡൽഹിയിൽ സമരവും നടക്കട്ടെ, പോലീസ് കേസ് നടക്കട്ടെ, ചിറ്റപ്പൻ്റെ അഭിപ്രായമായിട്ട് വന്നു. ഓപ്പറേഷൻ തൂഫാനെക്കുറിച്ച് ചിറ്റപ്പൻ നല്ല അഭിപ്രായം പറഞ്ഞു. അങ്ങനെ ചിറ്റപ്പൻ ഒരുപാട് കാര്യങ്ങളിൽ സഖാവ് ചിറ്റപ്പൻ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞ് ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ സൂക്ഷിക്കണം, മന്ത്രിയായിരുന്നപ്പോൾ തന്നെ ഒരു ഫുട്ബോൾ താരം ഒരു സ്പോർട്സ് താരത്തിൻ്റെ മരണവുമായി ബന്ധപ്പെടുത്തി ചിറ്റപ്പൻ്റെ ഒരു പ്രയോഗം വളരെ വളരെ വലുതാണ്. തോക്ക് കൊണ്ട് നടക്കുന്നു, വെടിയുണ്ട ചിറ്റപ്പൻ കൊണ്ട് നടക്കുന്നു ശരീരത്തിൽ എന്ന് പറഞ്ഞുള്ള ചില പ്രയോഗങ്ങൾ. അപ്പോൾ ചിറ്റപ്പൻ ഒരു നല്ല കഥാപാത്രമാണ്, പക്ഷെ പാവമാണ്. മന്ത്രിയാകാൻ അറിഞ്ഞുകൂടാത്ത ആളാണ്. ഏതെങ്കിലും മന്ത്രി അവർക്ക് കിട്ടുന്ന ആപ്ലിക്കേഷനിൽ ഇതങ്ങ് ചെയ്തേരെ എന്ന് എഴുതുമോ? അപ്പോയിൻ്റ് ചെയ്യാൻ എഴുതുമോ? ഒരിക്കലും എഴുതൂല. പ്ലീസ് ഡിസ്കസ് എന്ന് പറഞ്ഞിട്ട് PS ബന്ധപ്പെട്ട സെക്രട്ടറിയോ വിളിച്ച് പ്ലീസ് ഡിസ്കസ് എന്ന് എഴുതിയിടുമ്പോൾ അവർ വരും, ഡിസ്കസ് ചെയ്യും. ആരാണ് വരേണ്ടതെന്ന് അതിനകത്ത് എഴുതി കഴിയും. അവർ വന്ന് അവരോട് പറയും, ഈ ബയോഡേറ്റ നോക്കിയിട്ട് ഒരു ഫയലിംഗ് വിടാൻ പറയും. അല്ലെങ്കിൽ കൺസിഡർ ഫേവറബിളി ഫോർ നെസസറി ആക്ഷൻ എന്നും അപ്പോയിൻമെൻറ്റിൽ എഴുതാറില്ല. എക്സാമിൻ ആൻഡ് പുട്ടപ്പ് എന്നൊക്കെ എഴുതാം. ഇത് ഈ ആളിനെ അങ്ങോട്ട് അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് എഴുതി കഴിഞ്ഞാൽ അതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോയിൻറ്റ് ചെയ്യാൻ പറയാം, വോക്കലായിട്ട് ഈ ആളിനെ അപ്പോയിൻറ്റ് ചെയ്യണം, നമുക്ക് വേണ്ടപ്പെട്ട ആളാണെന്ന് പറയാം. പക്ഷേ എഴുതുമ്പം അതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. അദ്ദേഹത്തിന് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും. പക്ഷേ ഒരു ജെനുവിനായ കേസാണെങ്കിൽ ആളുകൾ സഹിക്കുകയും ചെയ്യും. പക്ഷെ ബന്ധുവാകുമ്പോൾ പ്രശ്നവും വരും. അപ്പോൾ ചിറ്റപ്പൻ ആദ്യത്തെ പിണറായി ഗവൺമെൻറ്റിൽ ചിറ്റപ്പൻ ഉണ്ടായിരുന്നു. ചിറ്റപ്പൻ വ്യവസായ മന്ത്രിയായിരുന്നു. പക്ഷേ ചിറ്റപ്പന് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ല, രാജിവെക്കേണ്ടി വന്നു. ചിറ്റപ്പൻ മറ്റാരുമല്ല, വളരെ നിഷ്കളങ്കനായ, എനിക്കൊക്കെ വലിയ ഇഷ്ടമുള്ള CPMലെ നല്ലൊരു നേതാവാണ്. നിഷ്കളങ്കനാണ്. ഉള്ളതുപോലെ ഉള്ളി തൊലിച്ച് പറയുന്ന ചിറ്റപ്പനാണ്. EP ജയരാജനാണ് കഥാപാത്രം. ഇന്ന് ചിറ്റപ്പൻ പറഞ്ഞു, ആരടാ പിണറായി, അവനെയും വിമർശിക്കണം. അയാൾ ആരടാ, അയാൾ വിമർശനത്തിന് അതീതമാണോ എന്ന് ചിറ്റപ്പൻ ചോദിച്ചതിൻ്റെ അർത്ഥം, ഒരുപാട് അർത്ഥമുണ്ട് അതിന്. ജയരാജൻ കുറേ കാലമായി പിണറായിക്കെതിരെ ഗുസ്തി, അണ്ടിമുക്ക് സഖാക്കളും വേറെ കുറേ സഖാക്കളൊക്കെ വന്ന് വലിയ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് വലിയ പ്രതിസന്ധി ജയരാജൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സൃഷ്ടിച്ചപ്പോഴാണ് MV ജയരാജൻ അതിനെ പ്രതിരോധിക്കാനായി ജയരാജൻ നിന്നു. ജയരാജൻ പിണറായിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നപ്പോൾ കണ്ണൂർ കലങ്ങി മറിയുന്ന അറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ജയരാജനെ കണ്ണൂരിലേക്ക് വിട്ടിട്ട് ഇവിടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വേറൊരു മോഹനൻ എന്ന് പറയുന്ന ഒരാളിനെ വെച്ചു. പിന്നെ അതിനുശേഷം മുൻ MLA പ്രദീപ് കുമാറിനെ വെച്ചു. അപ്പോഴൊക്കെ MV ജയരാജനെ അങ്ങ് കണ്ണൂരിലേക്ക് വിടുകയായിരുന്നു. അപ്പോൾ അവിടെ ചിറ്റപ്പം ജയരാജനുണ്ട്, അണ്ടിമുക്ക് ജയരാജനുണ്ട്, MV ജയരാജനുണ്ട്. 3 ജയരാജന്മാരുടെ നാടാണ് അവിടെ. ഈ 3 ജയരാജന്മാരുണ്ട്, വിജയനുണ്ട്. എല്ലാം ജയമാണ്. വിജയൻ, വിജയിക്കാൻ വന്നവൻ. ജയരാജൻ, EP ജയരാജൻ, P ജയരാജൻ, MV ജയരാജൻ, എല്ലാം ജയരാജന്മാരുടെയും വിജയന്മാരുടെയും ഒരു കേളി രംഗമായിരുന്നു കണ്ണൂർ രാഷ്ട്രീയം. പിന്നെ ശ്രീമതിയുണ്ട്, ടീച്ചർ, ശൈലജ ടീച്ചറുണ്ട്, അങ്ങനെ 4-5 പേരുണ്ട്. എന്നാലും പിന്നെ ഷംസീർ, പിന്നെ കുഞ്ഞു ചെറുമീനുകളാണ്, നെത്തോലികളാണ്. ബാക്കി വൻ സ്രാവുകൾ ഇങ്ങനെ 5-6 ഉണ്ട്. അതിൽ ചിറ്റപ്പൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് കണ്ണൂരിലെ. ചിറ്റപ്പൻ പറയുന്നതെല്ലാം വാർത്തയാണ്. അതാണ് ചിറ്റപ്പൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചിറ്റപ്പൻ തുമ്മിയാൽ, ചിറ്റപ്പൻ എന്ത് ചെയ്താലും വാർത്തയാണ്. ഇന്നിപ്പോൾ ചിറ്റപ്പൻ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, പിണറായിയെ വിമർശിക്കാം, പ്രശ്നമില്ല. പിണറായി ആരടാ എന്നുള്ള ലൈനിൽ ചോദിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് നമുക്ക് രാഷ്ട്രീയ രംഗത്ത് നമ്മൾ ഈ തമാശകളും ഒരു അല്പം സർക്കാസ്റ്റിക്കായിട്ടൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ഗൗരവമായ ചില രാഷ്ട്രീയം അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. പിണറായി ഒഴിയണം എന്ന് തന്നെയാണ് കണ്ണൂർക്കാരുടെയും ആഗ്രഹം. KK രാഗേഷിനെതിരെയും കൃത്യമായ പടയൊരുക്കം കണ്ണൂരിൽ നടക്കുന്നു. അപ്പോൾ രാഗേഷിനെതിരെയും അതുപോലെ തന്നെ പിണറായിക്കെതിരെയുമുള്ള പടയൊരുക്കം കണ്ണൂരിൽ ആരംഭിച്ചിട്ടുണ്ട്. ജയരാജൻ നേരത്തെ തുടങ്ങി വെച്ചു. EP ജയരാജൻ ഇപ്പോൾ അതിനെ പൂർത്തീകരിക്കുകയാണ്. ശൈലജ ടീച്ചർ ഒളിയമ്പുകൾ അയച്ചുകൊണ്ട് പല ഇൻ്റർവ്യൂകളിലുമൊക്കെ വന്ന് ഒരുപാട് ഒളിയമ്പുകൾ അയക്കുന്നു. അങ്ങനെ 3 ജയരാജന്മാരിൽ തുടങ്ങി ശൈലജ ടീച്ചർ അടക്കമുള്ള, ഷംസീർ അടക്കമുള്ള ആളുകളിലൊക്കെ കൂടെ വളർന്ന് അവസാനം ഒരു ജയരാജനിലേക്ക്, ഒരു
എം വി ജയരാജനിലേക്ക് പിണറായി ഒതുങ്ങുകയാണ്. ആ എൻ വി ജയരാജൻ കൂടി കൈവിട്ടാൽ പിന്നെ കെ കെ രാഗേഷിനും ബുദ്ധിമുട്ട് വരും. അതുപോലെ തന്നെ ആ ചിറ്റപ്പൻ എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹത്തെ ക്യാപ്സൂൾ ജയരാജൻ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മളെല്ലാം ഇപ്പോൾ ക്യാപ്സൂളായിട്ടാണ് തരുന്നത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ തരുന്ന ക്യാപ്സൂൾ സാധനങ്ങൾ നിങ്ങൾക്ക് അടിക്കണം എന്നാണ്. അപ്പോൾ ക്യാപ്സൂൾ ജയരാജനും അണ്ടിമുക്ക് ജയരാജനും ചിറ്റപ്പൻ ജയരാജനും അങ്ങനെ 3 ജയരാജന്മാരുണ്ട്. 3 പേരും വളരെ കൃത്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPMൻ്റെ ശക്തരായ നേതാക്കളാണ്. പക്ഷേ അതിൽ ഒരാൾ നേരത്തെ തന്നെ പിണറായി വിരുദ്ധനായി, മറ്റൊരാൾ ഇപ്പോൾ കുറേശ്ശെ സംഭാഷണത്തിലൊക്കെ ഒരു പിണറായിയെയും വിമർശിക്കാം, പിണറായി കുഴപ്പമാണെങ്കിൽ നമുക്ക് മാറ്റാം എന്നൊക്കെ ഉള്ള നിലയിൽ വന്നിട്ടുണ്ട്. അപ്പോഴും ക്യാപ്സൂൾ ജയരാജൻ സഖാവ് മാറിയിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും ക്യാപ്സൂളിൻ്റെ നിർമ്മാണത്തിലാണ്. എന്തായാലും നമുക്ക് കണ്ണൂർ നിന്നുള്ള പുതിയ വാർത്തകളുമായി വീണ്ടും നമുക്ക് കാണാം.